ജയ് ജയ് ക്രിസ്തുരാജൻ. ക്രിസ്തുരാജൻ ജയിക്കട്ടെ. ക്രിസ്തുരാജ്യം പരക്കട്ടെ. ജയ് ജയ് ക്രിസ്തുരാജൻ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. കാരണം സ്വർഗം ഇടപെട്ട് ഏറ്റവും കൃപയോടെ നമുക്ക് തന്ന ഒരനുഗ്രഹമാണ് വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖ ദർശനം. ഈ ഒരു കാഴ്ച കാണുവാൻ വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകള് ഇവിടോട്ട് ഒഴുകിയെത്തുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് എപ്പോൾ വിചാരിച്ചാലും കാണാവുന്ന വിധത്തിൽ നമ്മുടെ അതിരൂപതയുടെ മധ്യഭാഗത്തുള്ള ഈ വിളക്കന്നൂർ ഇടവകയില്, ഈ അതിരൂപതയിലെ എല്ലാവർക്കും ഒരേ സമയം കൊണ്ട് സഞ്ചരിച്ചെത്താവുന്ന ദൂരത്താണ് ഈശോ തന്റെ തിരുമുഖം വെളിപ്പെടുത്തിയത്. ഈശോയുടെ തിരുമുഖം എന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ലോകത്തിന്റെ രാജാവാണ് എന്ന് പ്രഘോഷിക്കുന്ന ഈ ദേവാലയത്തിൽ തന്നെയാണ് അവിടുന്ന് വെളിപ്പെടുത്തിയത് എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ രാജാവാണ് എന്ന സത്യം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പ്രഖ്യാപിച്ചത് 11-ാം പിയൂസ് മാർപ്പാപ്പയാണ്. ഏത് മാർപ്പാപ്പയാണ്? 16-ാം പിയൂസ് അല്ല, 11-ാം പിയൂസ് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ ക്വാസ് പ്രീമാസ് എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം 1925 ഡിസംബർ മാസം 11-ാം തീയതി ഇറക്കി. ഈ ചാക്രിക ലേഖനത്തിലാണ് ഈശോ ലോകത്തിന്റെ മുഴുവനും രാജാവാണ് എന്ന സത്യം സഭയുടെ ഔദ്യോഗിക വിശ്വാസ സത്യമായിട്ട് പരിശുദ്ധ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. ഈ ക്വാസ് പ്രീമാസ് എന്ന ഈ ഒരു പ്രബോധന രേഖയിൽ, ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്ന 1-2 സുപ്രധാന സത്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം നിങ്ങൾ ഇത്രയും നടന്ന് വിഷമിച്ചെത്തിയവർക്ക് ഇനിയും ഒരു കഠിനമായ പ്രസംഗം ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ നമ്മോട് പറഞ്ഞു തരുന്ന ഒരു സത്യം, ഈശോ രാജാവാണ് എന്നാരും പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവും ഉടയവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ, അവൻ സ്വഭാവത്താൽ തന്നെ രാജാവാണ് എന്ന് മാർപ്പാപ്പ പ്രഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വഭാവത്താൽ തന്നെ രാജാവാണ് എന്ന യാഥാർത്ഥ്യത്തെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് തിരിച്ചറിയാം. അവൻ രാജാവായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിന്റെ മഹിമപ്രതാപങ്ങൾ വിട്ട് അവൻ കിരീടം ധരിച്ച് സിംഹാസനത്തിൽ ഇരിക്കുകയല്ല ചെയ്തത്. ഈശോ രാജാവായത് കഠോരമായ വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ രാജാവിന്റെ പ്രത്യേകത, അവന്റെ സിംഹാസനം എന്നത് വിശുദ്ധ കുരിശാണ്. അവന്റെ കിരീടം എന്നത് മുൾക്കിരീടമാണ്. അവന്റെ രാജ്യമെന്നത് ഐഹികമായ രാജ്യമല്ല. അവന്റെ സൈന്യം എന്നത് വാളും കുന്തവും പരിചയമായി വെടിക്കോപ്പുകളും ആയി നടക്കുന്ന പട്ടാളക്കാരല്ല. അവന്റെ സൈന്യം എന്നത് സമാധാനത്തിന്റെ സ്വർഗീയ ദൂതരാണ്. ഈ രാജാവ് മറ്റെല്ലാ രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്. അവന്റെ രാജ്യത്തിന്റെ സ്വഭാവം മറ്റെല്ലാ രാജത്വങ്ങളിൽ നിന്നും
വ്യത്യസ്തമാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. 1925 മാർപ്പാപ്പ ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ, അതായത് ഇന്നേക്ക് 100 വർഷം മുൻപ് പരിശുദ്ധ പിതാവ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ നമുക്കറിയാം, ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ആരാണ് ലോകത്തെ യഥാർത്ഥത്തിൽ നയിക്കേണ്ടത്, ഏത് രാജ്യത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന് എല്ലാവരും ചിന്തിക്കുന്ന, തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ രാജ്യങ്ങൾ മത്സരിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്, ഈശോ സർവലോകത്തിന്റെയും രാജാവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ എല്ലാ അഹന്തയെയും അകറ്റാൻ, നമ്മളിൽ ആരാണ് വലിയവൻ എന്ന ചിന്തയെ നിയന്ത്രിക്കാൻ നമുക്ക് ഈശോയാണ് രാജാവ്, അവന്റെ ദാസരാണ് നാം എല്ലാവരും എന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ പഠിക്കാം എന്നാണ് പരിശുദ്ധ പിതാവ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. ആ കാലഘട്ടത്തിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങള് വളരെ ശക്തവും സജീവവുമായ കാലഘട്ടമായിരുന്നു. ദൈവമുണ്ടോ എന്ന സംശയം ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിന് ഈ ലോകത്തിന്റെ മേൽ നിയന്ത്രണമില്ല. ഈ ലോകത്ത് സംഭവിക്കുന്ന അപകടങ്ങൾക്ക്, അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങളുടെ മേല് ദൈവത്തിന് നിയന്ത്രണമില്ല. അതുകൊണ്ട് ദൈവമുണ്ടെങ്കിലും ആ ദൈവത്തെ കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ല എന്ന് ചിന്തിച്ച് ഒരുപാട് മനുഷ്യര് ദൈവവിശ്വാസത്തെ വെല്ലുവിളിച്ച ഒരു കാലഘട്ടത്തിലാണ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്, ദൈവമുണ്ട് എന്ന് മാത്രമല്ല, അവൻ ഈ പ്രപഞ്ചത്തിന്റെ രാജാവാണ് എന്ന് മാത്രമല്ല, അവന്റെ കരപരിലാളനയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത് എന്ന സത്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. നിങ്ങൾ ഈശോ സകലത്തിന്റെയും രാജാവാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഈശോയുടെ ദൈവപുത്ര സ്ഥാനം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നും ദൈവപുത്രനായ ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും ഈശോയുടെ ദൈവത്വത്തെ നിരാകരിക്കുന്ന സകലമാന നിരീശ്വര പ്രസ്ഥാനങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുന്നു എന്നുകൂടിയാണ് ഈ കാലഘട്ടം. 1925 നിരീശ്വരവാദ ചിന്തകൾക്ക് പ്രാമാണ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തിന്റെ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ആവശ്യമുണ്ടോ എന്ന് മനുഷ്യർ സംശയിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ 1925 മാർപ്പാപ്പ നടത്തിയ ആ പ്രഖ്യാപനത്തിന് 2025 മറ്റേതൊരു കാലഘട്ടത്തെക്കാളും പ്രസക്തിയുണ്ട്. വിളക്കന്നൂരിൽ പരിശുദ്ധ കുർബാനയിൽ തന്റെ തിരുമുഖം ദർശിക്കാൻ നമുക്ക് ഭാഗ്യം തന്നുകൊണ്ട് ഈശോ ഒരിക്കൽ കൂടി ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് ലോകത്തിന്റെ രാജാവ്. ശാസ്ത്രം എത്ര വളർന്നാലും, ചിന്തകന്മാർ എത്ര ശക്തിപ്പെട്ടാലും, ടെക്നോളജി എത്രമാത്രം സങ്കീർണമായി വളർന്നാലും മിശിഹായുടെ രാജത്വത്തിന് കീഴിലാണ് അവയെല്ലാം എന്ന പരമാർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പരിശുദ്ധ മാർപ്പാപ്പ ഈ പ്രഖ്യാപനത്തിലൂടെ പറഞ്ഞു, അവൻ രാജാവാകുന്നത് സർവലോകത്തിൻ്റെതുമാണ് എന്ന് പറയുമ്പോൾ അവൻ ഞാൻ എന്ന വ്യക്തിയുടെ രാജാവ് കൂടിയാണ്. എന്റെ മനസ്സിന്റെ രാജാവാണ്, എന്റെ ആത്മാവിന്റെ രാജാവാണ്, എന്റെ ശരീരത്തിന്റെ രാജാവാണ്. ഈ ശരീരത്തിന്റെ മേല് മിശിഹായുടെ രാജത്വം ഞാൻ അംഗീകരിക്കുമ്പോൾ ഈ ശരീരത്തെ ഞാൻ ആദരവോട് നോക്കിക്കാണണം. എന്റെ ശരീരത്തെ, മറ്റൊരാളുടെ ശരീരത്തെ ഞാൻ ആദരവോട് നോക്കിക്കാണണം.
ശരീരത്തെ മലിനമാക്കുന്ന എല്ലാ തിന്മകളും വെടിയാൻ ഈ രാജത്വ തിരുനാളിൽ നാം തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, വിവിധതരം രാസലഹരികളുടെ ഉപയോഗം കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ 11-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞത് സത്യമല്ലേ? ഈശോ രാജാവാണ് എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ ശരീരത്തിന്റെ രാജാവാണ് എന്ന സത്യം ഞാൻ പ്രഘോഷിക്കണം. എന്റെ രാജാവായ കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ ശരീരത്തെ മലിനമാക്കാൻ ഞാൻ ഉപയോഗിക്കില്ല എന്ന തീരുമാനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ രാജത്വ തിരുനാളിൽ നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന മറ്റെല്ലാ തിന്മകളിൽ നിന്നും, ജഡിക പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന്റെ രാജാവ് കർത്താവാണ് എന്ന സത്യം പ്രഘോഷിക്കുക. വീണ്ടും പരിശുദ്ധ പിതാവ് പറഞ്ഞു, നമ്മുടെ മനസ്സിന്റെ രാജാവ് ഈശോയാകണം എന്ന് പറഞ്ഞാല് നമ്മുടെ ചിന്തകൾ ഈശോയെ കുറിച്ചായിരിക്കണം. നമ്മുടെ സംസാരത്തിൽ ഈശോ എന്ന തിരുനാമം കടന്നു വരണം. നാം വെറുതെ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നാം എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്ന് നോക്കുക. നമ്മുടെ ദിവസത്തിന്റെ 24 മണിക്കൂറില് എത്ര മിനിറ്റുകൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ട് എന്ന ആത്മശോധന പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. നമ്മുടെ മനസ്സിന്റെ രാജാവായി കർത്താവ് വാഴാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്തകളിൽ കർത്താവ് നിറയുന്നു. കർത്താവിന്റെ സുവിശേഷത്തിന് വിരുദ്ധമായതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പടിയിറങ്ങി പോകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് കൊച്ചുത്രേസ്യ പുണ്യവതി പറഞ്ഞതുപോലെ ഈശോ എന്ന സുഹൃത ജപം ചൊല്ലുമ്പോൾ നരകപിശാച് നിലവിളിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ അകലേക്ക് ഓടുകയാണ്. അവൻ രാജാവാണ് എന്ന് പ്രഘോഷിക്കുന്ന എല്ലാ മനസ്സുകളുടെയും മേല് കർത്താവ് ആധിപത്യം സ്ഥാപിക്കും. പിന്നെ തിന്മയുടെ ശക്തികൾക്ക് നമ്മുടെ മേൽ സ്വാധീനമുണ്ടാവില്ല എന്ന സത്യം ഓർക്കുക. അവസാനമായി മാർപ്പാപ്പ പറഞ്ഞു, ഈശോ രാജാവാണ് എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ആത്മാവിന്റെ രാജാവാണ്. നമ്മുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് തന്ന ദൈവം, ആ ദൈവസന്നിധിയിലേക്കാണ് നമ്മുടെ ആത്മാവ് കടന്നു പോകുന്നത്. സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം കാണാനുള്ള ഭാഗ്യം കിട്ടിയ ആത്മാവാണ് നമ്മുടേത് എന്ന തിരിച്ചറിവോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രാജത്വ തിരുനാൾ ആഘോഷിക്കാം. സ്വർഗത്തിൽ പോകാനുള്ളവരാണ് ഞാന്. സ്വർഗത്തിൽ ചെന്ന് ദൈവത്തെ കാണാനുള്ളതാണ് എൻ്റെ ആത്മാവ് എന്ന ബോധ്യത്തോടെ നമ്മുടെ ആത്മാവിനെ സ്വർഗോന്മുഖമായി ജീവിക്കാൻ ഈ തിരുനാള് നമ്മെ പ്രേരിപ്പിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ രാജാവാണ്, എൻ്റെ ശരീരത്തിന്റെ രാജാവാണ്, എൻ്റെ മനസ്സിന്റെ രാജാവാണ്, എൻ്റെ ആത്മാവിന്റെ രാജാവാണ് എന്ന സത്യം നമുക്ക് ഒരിക്കൽ കൂടി പ്രഘോഷിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ഈശോ രാജാവാണ് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. സ്വരമുയർത്തി കരമുയർത്തി പറയുക, ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് ക്രിസ്തുരാജൻ.